വ്യാപാരി വ്യവസായി ഏകോപന സമിതി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. അഞ്ചൽ SHO ബിജു SA ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഓരോ കുടുംബത്തെയും നാടിനെയും രാജ്യത്തെയും തന്നെ നശിപ്പിക്കും ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവതലമുറയെ പിന്തുണയ്ക്കുവാൻ ലഹരിയുടെ വിപണനവും വ്യാപനവും തടയുവാനുമായി അഞ്ചൽ യൂണിറ്റിന്റെ സമ്മേളനം C. അജയപ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുണ്ടാകുന്ന ഒരു സുഹൃത്ത് ഉൾപ്പെടെ ലഹരിയുടെ ഉപയോഗത്താൽ ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഈ സ്റ്റേജിൽ ഇവിടെ കണ്ടതാണ്. അതാണ് ജീവിതം. ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യ ജീവിതം അതാണ്. അദ്ദേഹം തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും അവകാശരായി മാറുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് തന്നെ ഇല്ലാതെ വരുന്നു. അങ്ങനെയെല്ലാമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന എല്ലാ തരത്തിൽ ഒറ്റപ്പെടുന്ന സാമൂഹിക ജീവികളായി ഇങ്ങനെയുള്ള ആളുകൾ മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം എത്രയോ കാലം കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. തീർച്ചയായും അതൊരു മാറ്റമുണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കേരളം വളരെയേറെ മുമ്പിലാണ്. വളരെ പുരോഗതി നേടിയ ഒരു സംസ്ഥാനമാണ് പല കാരണങ്ങളാൽ കേരളം. ആ കേരളത്തിൽ ഇന്ന് ലഹരി മാഫിയ താർന്നു തിന്നുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. VO. ഇന്ദുലാൽ സ്വാഗതം പറഞ്ഞു. കൊല്ലം റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് SP-യുടെ പ്രത്യേക അവാർഡ് ലഭിച്ച കടയ്ക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ചിറവൂരിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് S. ജയമോഹൻ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകി. അഞ്ചൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അബിത CR ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PK രാജിമോൾ, S. ആനന്ദ, ലിജു ആലുവിള, അഡ്വക്കേറ്റ് ജോജോ K. എബ്രഹാം, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, KG സാബു, ശ്രീദേവി, ബിജു SA, മോനിഷ് M, ഉമേഷ് ബാബു, ജാസ്മിൻ മഞ്ചൂർ, ബിജി ബാബു, രാജി, അംബിക, രാജു, ഡോക്ടർ VK ജയകുമാർ, ഫാദർ ബോബസ് മാത്യു, അഡ്വക്കേറ്റ് G. സുരേന്ദ്രൻ, ലീന അലക്സ്, സിസ്റ്റർ ലിസ് മരിയ വഴേക്കളം, S. ഫസിലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.